സലീം കുമാർ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ഹാസ്യ നടനാണ്. നമ്മളെയൊക്കെ ഒരുപാട് കുടുകൂടെ ചിരിപ്പിച്ച ഒരു ഹാസ്യ കലാകാരനാണ്. ഹാസ്യ കലാകാരനാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് സീരിയസ് റോൾസും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു കരൾ രോഗിയായിട്ട് മാറി. പിന്നെ അദ്ദേഹം വിമ്മിഷ്ടവും ബുദ്ധിമുട്ടുമായിട്ട് നടക്കുന്നതാണ് കണ്ടത്. കുറേ നാളുകളായിട്ട് മലയാള സിനിമയിൽ അത്ര സജീവമൊന്നുമല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് കഥാപാത്രങ്ങൾ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ആ നടനെ മലയാള സിനിമയ്ക്കോ മലയാളികൾക്കോ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു. 56 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് കുറച്ച് അധികം ആളുകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരുപാട് തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ മീഡിയയ്ക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാം കവർ ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കണമെന്നുള്ളത്. അപ്പോൾ ആരുടെയും പ്രൈവസി ഒന്നും നോക്കാതെ ഇതിലേക്കൊക്കെ അങ്ങ് കടന്നു കയറും. ആരുടെയെങ്കിലും പ്രൈവസിയെ ഒന്നും അവരന്നേരം മാനിക്കത്തില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്ത. ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കണം, അവർക്ക് വ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണല്ലോ മീഡിയയ്ക്ക്. അപ്പോൾ മീഡിയയുടെ കടന്നുപോയിട്ട് കൊണ്ടും ആളുകളുടെ തിക്കും തിരക്കും കൊണ്ടും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചന്തു സലീം കുമാർ വളരെ വികാരാധീനനായിട്ട് പ്രതികരിച്ചു. അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശിക്കുന്നതും അതേപോലെ തന്നെ മാറി നിൽക്കും എന്നൊക്കെ പോലീസൊക്കെ അവിടെ ഉണ്ടായിട്ടും പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ചന്തു സലീം കുമാറിനെ ആളുകൾ മോശമായിട്ടും വിമർശിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടും നല്ല രീതിയിൽ വിമർശിക്കുന്നവരുമുണ്ട്. ഒരു അച്ഛൻ 56-ാമത്തെ വയസ്സിലൊക്കെ മരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു പ്രായമൊന്നും അല്ല. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ വിയോഗം അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ട ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പോലും സമാധാനപരമായിട്ട് നടത്താനായിട്ട് സമ്മതിക്കാതെ ആളുകളുടെയും മീഡിയയുടെയും ഒക്കെ കടന്നുകയറ്റം കൊണ്ട് വളരെയധികം പ്രയാസം ഉണ്ടായിട്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതാണെന്നുള്ള രീതിയിലും ആളുകൾ വിമർശിക്കുന്നുണ്ട്. അതേസമയം സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ ഒരു അഹങ്കാരിയാണെന്നുള്ള രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതൊരു മകൻ്റെ ഒരു മനോവിഷമം കൊണ്ടുണ്ടായിപ്പോയതാണ്. അദ്ദേഹം ആഗ്രഹിച്ചത് അച്ഛൻ്റെ ഈ ക്രിയകൾ അല്ലെങ്കിൽ ഈ മരണാനന്തര കർമ്മങ്ങളൊക്കെ നല്ല രീതി സമാധാനപരമായിട്ട് നടക്കണമെന്നാണ്. ആ സമയത്ത് ബുദ്ധിമുട്ടിക്കാൻ വന്ന ആളുകൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതൊരു വലിയ മോശം കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ സലീം കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതേപോലെ തന്നെ നമുക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കോ ഒന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിനൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം പോയതുകൊണ്ടുണ്ടായ ഒരു വിടവൊന്നും അകത്താനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല.